നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകട മേഖലയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ആശുപത്രിയിൽ തകർന്നു വീണ ശൗചാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ് എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ സജീവമായതോടെ മാധ്യമങ്ങളുടെ വായടയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. എന്തെങ്കിലും തെറ്റുണ്ടായാൽ അത് തിരുത്താനോ അല്ലെങ്കിൽ അതിന് മറുപടി നൽകാനോ ശ്രമിക്കാതെ അത് ആരാണോ ചൂണ്ടിക്കാണിച്ചത് അവരുടെ വാ മൂടിക്കെട്ടുകയാണ് ഏറ്റവും എളുപ്പം എന്നുള്ള രീതിയാണ് ഇടത് സർക്കാർ ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമം സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതുപോലെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപകടം നടന്നിടത്തേക്ക് മാധ്യമങ്ങൾക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചു. യാതൊരു പ്രശ്നവുമില്ലാതെ ദൂരത്തു നിന്ന് വാർത്ത ചെയ്യാമെന്ന് പറയുന്നവരോട് പോലും പറ്റില്ല എന്നുള്ള ഒരൊറ്റ വാക്കാണ് പറയുന്നത്. ദൃശ്യങ്ങൾ പകർത്തുന്നത് സുരക്ഷാ ജീവനക്കാർ കർശനമായിട്ട് തന്നെ വിലക്കുന്നുണ്ട്. സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ട് റിപ്പോർട്ടിംഗ് ചെയ്യാമെന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് ഇത്തരമൊരു ഉത്തരവ്. കോൺക്രീറ്റ് ഭാഗം ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് പല കെട്ടിടങ്ങളും ഇവിടെയുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്ന ന്യായീകരണങ്ങളൊക്കെ പൊളിച്ചടക്കിയത് മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് ഈ അപകടമുണ്ടായിട്ടുള്ള കെട്ടിടത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്ന് മന്ത്രിമാർ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അത്തരം മേഖലയിൽ ആളുകൾ സജീവമായി നിൽക്കുന്നുണ്ട് എന്ന് മാധ്യമങ്ങൾ വഴി ജനങ്ങൾ പ്രതികരിച്ചിരുന്നു. ഇതൊക്കെ മന്ത്രിമാരുടെ വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുകയും മന്ത്രിമാരുടെ കള്ളങ്ങൾ പൊളിക്കുകയും ചെയ്തു. ഇനിയും ഇത്തരമൊരു സാഹചര്യം, അതായത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നുള്ള പേടി കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള പല ഭാഗങ്ങളിലും ഈ ആശുപത്രിയുടെ പല ഭാഗങ്ങളിലും പല കെട്ടിടങ്ങളും ഇതേപോലെ തന്നെ പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഏത് സമയവും ഇടിഞ്ഞു വീഴാമെന്നുള്ള നിലയിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ആശങ്കകൾ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഇല്ല എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയാൻ മെഡിക്കൽ കോളേജ് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധിക്കുമെന്നാണ് വിവരം. കളക്ടറുടെ നേതൃത്വത്തിലാകും റവന്യൂ സംഘം പരിശോധന നടത്തുക. ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതാണ് നടക്കുന്നത്. ബിന്ദുവിന്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുമ്പോൾ വീണ്ടും മന്ത്രിമാരൊക്കെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ഉന്നയിക്കുന്നത് മാധ്യമങ്ങളടക്കം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി VN വാസവനും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലാണ് പ്രതികരിച്ചത്. കാരണം ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ വിശദീകരണങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. അതായത് തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഉന്നയിച്ചിരുന്ന പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലാണ് തെറ്റിദ്ധാരണ പരത്തിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നിരവധി ചികിത്സകൾ, നിരവധി ഓപ്പറേഷനുകൾ മാറ്റിവെക്കുകയും ഇപ്പോൾ ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് രോഗികളെ കൈവിടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് രോഗികൾ തന്നെ പറയുന്നു. ആ കാര്യമാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചിരുന്നത്. ആ കാര്യം ഏത് തരത്തിലാണ് തെറ്റിദ്ധാരണ പരത്തിയത്? അതേസമയം ഇന്നിപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വലിയൊരു കെട്ടിടം ഇടിഞ്ഞു വീണു, അതിന്റെ ഭാഗമായിട്ട് ഒരു യുവതി മരണപ്പെട്ടു, വലിയ അനാസ്ഥയാണ് ആശുപത്രിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത്, അത് ആരോഗ്യ മേഖലയിലുള്ള വലിയ വീഴ്ചയാണ്, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. ഇതിലെവിടെയാണ് തെറ്റിദ്ധാരണ എന്നുള്ളതാണ്.
ഇനി തെറ്റിദ്ധാരണ പരത്തിയത് മാധ്യമങ്ങളാണെന്ന് പറയുന്ന മന്ത്രിമാർ തന്നെ ഈ ഒരു അപകടമുണ്ടായ സമയത്ത് അവിടെ എത്തുകയും അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വലിയ പ്രശ്നമില്ല, അവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 2 മണിക്കൂറോളം അവിടെ തിരച്ചിലുകൾ വൈകിപ്പിച്ചു. ആ തിരച്ചിൽ വൈകിയതിന്റെ ഭാഗമായിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന യുവതി മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ ആരാണ് തെറ്റിദ്ധാരണ പരത്തിയത് എന്ന് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ജനങ്ങൾ ഇതെല്ലാം മാധ്യമങ്ങൾ പറയുന്നതാണെങ്കിലും മന്ത്രിമാർ പറയുന്നതാണെങ്കിലും കാണുന്നുണ്ട്. ഇവിടെ ആരെയാണ് തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നതിൽ ഒരു വ്യക്തതയുണ്ട്. എന്തായാലും നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിന് ജീവൻ ലഭിച്ചേനെ, തിരിച്ചു കിട്ടിയേനെ എന്നാണ് ഭർത്താവ് വിശ്രുതൻ തന്നെ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നും ഉണ്ടായത് കടുത്ത അനാസ്ഥ തന്നെയാണ് എന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഉപയോഗശൂന്യമായ കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞു. അത് അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം അവിടെ അവർ തന്നെയാണ്, അതായത് ബിന്ദുവിനെ പോലുള്ള ആളുകൾ ആശുപത്രിയിൽ എത്തിയ പല ആളുകളും അവിടെയാണ് പ്രധാനമായിട്ടും ശൗചാലയങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിന് നിർദ്ദേശം നൽകിയത് സ്വാഭാവികമായിട്ടും ആശുപത്രിയിലെ ആളുകൾ തന്നെയായിരിക്കും. പിന്നെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമെന്ന് മന്ത്രിമാർ പറഞ്ഞതെന്നാണ് ഏറ്റവും വലിയ ചോദ്യം. വീട് നോക്കിയിരുന്നത് ബിന്ദുവാണ്. അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നു എന്ന് ആ ഭർത്താവ് പറയുമ്പോൾ എത്രമാത്രം വേദനയാണ് ആ ഒരു കുടുംബത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് അദ്ദേഹം ശക്തമായി പറയുമ്പോൾ മന്ത്രിമാരുടെ വാദങ്ങൾ പൊളിഞ്ഞഴിയുകയാണ്. വീഴ്ച മറച്ചുവെക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതരും ശ്രമിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആശ്വാസ വാക്കുകളുമായിട്ട് ഒരാൾ പോലും വന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. മന്ത്രിമാരും മറ്റ് ആളുകളുമൊക്കെ ന്യായീകരണങ്ങളും കുറ്റപ്പെടുത്തലുകളുമാക്കിയിട്ട് രംഗത്തെത്തുമ്പോൾ പോലും അവരുടെ ആ കുടുംബത്തിന് ഒരു ആശ്വാസ വാക്കുമായിട്ട് അവിടെ ആരും എത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ തങ്ങളെ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ബന്ധപ്പെട്ടു പോലുമില്ല. മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അവർ ആശുപത്രിയിലെത്തിയത്. മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കാമെന്ന് CPIM നേതാക്കൾ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നത്. പക്ഷേ ബിന്ദുവിന്റെ ജീവന് ആര് മറുപടി പറയും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ബിന്ദുവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. 11 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ ആശുപത്രിയിലെത്തിയത്. രാവിലെ കുളിക്കാൻ വേണ്ടിയാണ് ബിന്ദു ഈ അപകടമുണ്ടായ കെട്ടിടത്തിന്റെ 3ാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത്. അപ്പോഴായിരുന്നു അപകടം. ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനറ്റ നിലയിലായിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരമെങ്കിൽ പോലും 2.5 മണിക്കൂർ കഴിഞ്ഞാണ് ബിന്ദുവിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലും നടത്തിയതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയായിരിക്കണം സംഭവിച്ചത്. ബിന്ദു 2 മണിക്കൂറോളം കെട്ടിട അവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടന്നിരുന്നു എന്നത് വ്യക്തമാണ്. തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയെ ജോലി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത്. നിർമ്മാണ തൊഴിലാളിയായ ഭർത്താവിന്റെ സഹായവും അവർക്കുണ്ടായിരുന്നു. കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഭർത്താവായിരുന്നു ഈ പരാതി ഉന്നയിച്ചത്. ഇതിനുശേഷമാണ് തകർന്നു വീണ 13ാം വാർഡിലാണ് ബിന്ദു പോയതെന്നും 13, 14 വാർഡിലുള്ളവർ 14ാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോയിരുന്നതെന്നുള്ള ബന്ധുക്കളുടെ വിവരങ്ങളും പുറത്തുവരുന്നത്. കാഷ്വാലിറ്റിയിലടക്കം ബിന്ദുവിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെ ബന്ധുക്കൾക്ക് അസ്വാഭാവികത തോന്നുകയും പരാതികൾ ഉന്നയിക്കുകയും ചെയ്തത്. അങ്ങനെ പിന്നീട് തിരച്ചിൽ നടത്തുകയും ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെടുക്കുകയുമായിരുന്നു. അതേസമയം വീണ ജോർജിനെതിരെ ഇപ്പോൾ CPM സഖാക്കന്മാർ തന്നെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, എന്ത് വലിയ വിഷയങ്ങളും വിവാദ വിഷയങ്ങൾ ഉണ്ടായാലും പലപ്പോഴും നേതാക്കന്മാർ അവരുടെ പാർട്ടിയെ കൈവിട്ട് നിൽക്കാറില്ല. പ്രത്യേകിച്ച് CPM എന്ത് നെറുകേട് സംഭവിച്ചാൽ പോലും അത് നേതാക്കന്മാർക്ക് സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ ഇടത് നേതാക്കന്മാർക്കുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ സഹിക്കുന്നതിന് അപ്പുറമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നേതാക്കന്മാർക്ക് തന്നെ സഖാക്കന്മാർക്ക് തന്നെ വ്യക്തമായെന്ന് തോന്നുന്നു. എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM സഖാക്കന്മാർ പോലും രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടെ ഇപ്പോഴുണ്ട്. പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്
ഇട്ടുകൊണ്ടൊക്കെയാണ് പല സഖാക്കന്മാരും ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സഖാക്കന്മാർ ചിലരെങ്കിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. മന്ത്രിക്കെതിരെ നൽകിയിട്ടുള്ള പോസ്റ്റുകൾ ഇത് വിശദമായി പരിശോധിക്കുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പുറത്താക്കപ്പെട്ട CWC ചെയർമാൻ N രാജീവാണ് മന്ത്രിക്കെതിരെ പരിഹാസം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത്. മന്ത്രിയല്ല MLA പോലും ആകാൻ അർഹതയില്ലാത്തവരായിരുന്നു ഇവരെന്നും ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം PJ ജോൺസന്റെ പോസ്റ്റ് പറയുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ആണ് ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനവുമായിട്ട് രംഗത്തെത്തിയാൾ. SFI മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ PJ. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് CPM പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചത്. ഇതിനിടയിൽ വീണ ജോർജിനെ പരോക്ഷമായി പരിഹസിച്ച CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളും രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട CWC മുൻ ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് N രാജീവാണ് ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് മറ്റൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെ താൻ പരീക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും ഇങ്ങനെയൊരു പോസ്റ്റായിരുന്നു പങ്കുവച്ചത്. നമുക്കറിയാം മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഈ വിവാദ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മന്ത്രി പെട്ടെന്ന് ദേഹാസ്വസ്ഥം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. മന്ത്രിയെ ആശുപത്രിയിലാക്കി അവിടെ ചികിത്സ തേടി. ഇങ്ങനെയൊരു സംഭവം നടന്നത് യഥാർത്ഥത്തിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഒരു നാടകീയ രംഗമായിരുന്നു അത് എന്നതൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അത്തരമൊരു സന്ദർഭത്തെ പ്രതീകാത്മകമായിട്ട് വിമർശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്. കാരണം എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ള ഭയം കൊണ്ട് അസുഖം അഭിനയിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അത് തന്നെയാണ് മന്ത്രി ഇവിടെ അപലപിച്ചിരിക്കുന്നത്, മന്ത്രി ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ സഖാക്കന്മാർ തന്നെ പരിഹാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടത് സർക്കാരിനെതിരെയും അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ മാധ്യമങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആരോഗ്യമന്ത്രിക്ക് ദേഹാസ്വസ്ഥത ഉണ്ടാകുന്നതും ഇതേ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചത്. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകുന്നതിനിടയിലാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം മന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ച് എത്തുകയായിരുന്നു. അതേസമയം ഈ ഒരു അപകട വിഷയത്തിൽ ഈ മരണപ്പെട്ടിട്ടുള്ള ബിന്ദുവിന്റെ വീട്ടിലെ കാഴ്ച ഏറെ ദയനീയമാണ്. ഒരു വശത്ത് ഇത്തരത്തിൽ രാഷ്ട്രീയ പോരും മറ്റു കാര്യങ്ങളും ഒക്കെ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും മറുവശത്ത് എന്തിനെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു മരണം അർഹതപ്പെട്ടിരുന്നു എന്നതടക്കം ചോദ്യചിഹ്നങ്ങളായി മാറുന്ന ഒരു വീടാണ് ബിന്ദുവിൻ്റെത്. എന്തായാലും ബിന്ദുവിന്റെ വീട്ടിലുള്ള ആ ഒരു കാഴ്ച ഏറെ ദയനീയമാണ്. തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ബിന്ദുവിന്റെ മകനും മകളുമാണ് ഭർത്താവുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെയാണ് ഇവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവർക്ക് ചുറ്റും നിൽക്കുന്നത്. അമ്മയുടെ ചലനമറ്റ ശരീരത്തിനരികെ നെഞ്ചുപൊട്ടി കരയുന്ന മകൻ നവനീത്, അവനെ കണ്ടു നിൽക്കാനാണ് ശരിക്കും പറ്റാത്തത്. കാരണം ആദ്യമായിട്ട് ജോലി ചെയ്തതിന്റെ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ കൊതിച്ച ഒരു മകൻ, ആ ഒരു മകന്റെ കാത്തിരിപ്പ്, ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ അവൻ കാണുന്നത് അവന്റെ അമ്മ മരിച്ചു എന്നുള്ളതാണ്. നവനീതിന് കഴിഞ്ഞ മാസം എറണാകുളത്ത് ഒരു ജോലി ലഭിച്ചിരുന്നു. ആദ്യ ശമ്പളം കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. ആ ശമ്പളം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയുന്നത്. അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാലാണ് ഈ പണം അമ്മയെ ഏൽപ്പിക്കാൻ വൈകിയിരുന്നത്. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞ ദിവസം നവനീത് ആശുപത്രിയിലെത്തിയിരുന്നു. അങ്ങനെ നവനീതിനെ ആശുപത്രിയിലെത്തി അമ്മയെ കാണാൻ പോയ നവനീത് കേൾക്കുന്നത് ഈ ഒരു ദുരന്ത വാർത്തയാണ്. പിന്നീട് അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും ഈ പൊന്നുമകൻ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വീട്ടിലുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. ആ ഒരു വീട്ടിൽ ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ മന്ത്രിമാർക്ക് ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ ഹാരിസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളും അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള തെളിയിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തൊട്ടടുത്ത ദിവസം കോട്ടയത്ത് നിന്ന് പുറത്തു വന്നത്. പക്ഷേ അതിന് ഒരു അനാസ്ഥയുടെ രക്തസാക്ഷി ഉണ്ടായി എന്നുള്ളതാണ് ഏറെ വേദനാജനകരമായിട്ടുള്ള കാര്യം. ഇനിയെങ്കിലും
ഇവിടുത്തെ സർക്കാർ പഠിക്കണം എന്നുള്ളതാണ്. എന്തായാലും മാധ്യമങ്ങളുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. മാധ്യമങ്ങൾ പല കാര്യങ്ങളും ഇനി പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളൊരു വ്യക്തത സർക്കാരിന് വന്നിരിക്കണം. എന്തായാലും മാധ്യമങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു വിലക്ക് തന്നെയാണ്. ആശുപത്രിയുടെ പ്രദേശങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.